അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് 6ലെ ദുറൂസുൽ ഇഹ്സാനുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യ പ്രവർത്തനം ശരിക്ക് ശരിയും തെറ്റിന് തെറ്റും അടയാളപ്പെടുത്താം എന്നുള്ള പ്രവർത്തനമാണ്. ശരിക്ക് ശരിയിട്ട് കൊടുക്കുക, തെറ്റിന് തെറ്റും. അപ്പോൾ നമുക്ക് പ്രവർത്തനം നോക്കാം. 1. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും കാണിക്കുന്നതാണ് തൗഹീദ്. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. ഏതാണ്? ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലേ? തെറ്റാണ്. പിന്നെ 2. അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം പരലോകത്ത് ലഭ്യമാകും. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. 3. മദ്ഹ് ചെയ്യൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിയിട്ട് കൊടുക്കുക. 4. അഫ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ മഗ്രിബി വ സ്വലാത്തുൽ ഫജ്രി. അതായത് മുനാഫിക്കുടെ മേലിൽ ഭാരമായി തോന്നുന്ന നിസ്കാരം മഗ്രിബും അതുപോലെ സുബ്ഹും ആണെന്ന് അതിൽ പറയുന്നത്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഇനി 5. ഖുർആനിൽ കൂടുതൽ ആവർത്തിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ കരുണയെ സൂചിപ്പിക്കുന്ന പേരുകളാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 1. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും ഡാഷ്. എന്താണ് അവിടെ? അലയ്യ സ്വലാത്തൻ. 2. അഹിബ്ബൂനി ബി ഹുബ്ബില്ലാഹി വ അഹിബ്ബു അഹ്ല ഡാഷ് വ അഹിബ്ബു അഹ്ല ബൈത്തി ബി ഹുബ്ബി എന്നാ വരിക. 3. വമൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന ഡാഷ് കാന മഈ ഫിൽ ജന്ന. ഇതിൻ്റെ ഹദീസിൻ്റെ ഒക്കെ അർത്ഥങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. 4. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന ഡാഷ് മിൻ അൻഫുസിഹിം. ഇതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. പ്രവാചകനാണ് മുഅ്മിനീങ്ങൾക്ക് സ്വശരീരത്തേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട ആൾ. ഇനി 5. സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നാം ഡാഷ് സ്നേഹിക്കേണ്ടത്. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തമാക്കുക. ഖുർആൻ അല്പമെങ്കിലും മനപ്പാടമില്ലാത്തവൻ്റെ ഉപമ ഏതുപോലെയാണെന്ന് പറഞ്ഞത്? ഉപയോഗശൂന്യമായ വീട് പോലെയാണ്. 2. ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്തവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും ഖിയാമത്ത് നാളിൽ നബി തങ്ങളോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവർ. ഇനി 3. അഹ്ലു ബൈത്ത്. ആരാണ് അഹ്ലു ബൈത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, സന്താനങ്ങൾ, മുഅ്മിനുകളായ കുടുംബക്കാർ, ഇവർക്കാണ് അഹ്ലു ബൈത്ത് എന്ന് പറയാം. ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ളത്. ഓരോ ചോദ്യത്തിനും ഉത്തരം നമുക്ക് എഴുതി കൊടുക്കേണ്ട പ്രവർത്തനമാണ്. 1. മദ്ഹ് പാടിയ കഅബ് റളിയല്ലാഹു അൻഹുവിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് എന്താണ്? തിരുനബിയുടെ ഷാൾ അല്ലേ? അവിടുത്തെ ഷാൾ. ഇനി 2. ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ സൗഭാഗ്യം ലഭിക്കും. ആർക്കൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഹസൻ റളിയല്ലാഹു അൻഹു എന്നിവരോടൊപ്പം ആയിരിക്കും. ഇവരൊക്കെ സ്നേഹിച്ചവരാണ്. അപ്പോൾ 2 പേര് എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഫാത്തിമ ബീവിയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരും അവരെ സ്നേഹിച്ചവരും. ഇനി 3. ഖുർആൻ പഠിച്ചു അതനുസരിച്ചു ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ധരിക്കപ്പെടും എന്താണ്? പ്രകാശ കിരീടവും സ്ഥാനവസ്ത്രവും നൽകപ്പെടും. ഇനി 4. ഇഹ്സാൻ എന്നാൽ എന്ത്? നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്.
നീ നിൻ്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധന നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഇനി അഞ്ചാമത്തേതാണ്, അസ്മാ ഉൽ ഹുസ്ന പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനെല്ലാം? എന്തിനൊക്കെ അസ്മാ ഉൽ ഹുസ്ന പരിഹാരമാണ്? അത് നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും അസ്മാ ഉൽ ഹുസ്ന ശക്തമായ പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ക്രമത്തിലാക്കാം. 1. ഹത്താ യകൂന അല്ലാഹു അഹബ്ബ ഇലൈഹി വറസൂലുഹു മിമ്മാ സിവാഹുമ ലാ യുഅ്മിനു അഹദുക്കും. അവിടെ ശരിയാക്കി എഴുതേണ്ട രൂപമാണ്, ഓർഡറിലാക്കി എഴുതുക. ഡിസോർഡറാണ് കൊടുത്തിട്ടുള്ളത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കാം എന്നുള്ളത്. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ദുറൂസിൽ നിന്നും എടുത്ത് ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രത്യേകം എടുത്ത് തയ്യാറാക്കിയ ക്വിസ് അത് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ 6 ദുറൂസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിലെ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രത്യേകം തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരു 99% നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഉപകരിക്കും. കാരണം അത്രക്കും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതൊന്ന് ചെയ്തു നോക്കാം. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് ക്വിസ് എന്ന് എന്ത് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഞാൻ എന്ത് ചെയ്യുക, റിപ്ലൈ തരാം. ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ്. വല്ലദീന ഡാഷ് ഹുബ്ബല്ലില്ല. അവിടെ ചോദിച്ചതാ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹുവിനോടായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊക്കെ പഠിച്ചു വെക്കണേ. 2. മൻ അഹബ്ബ ഡാഷ് അല്ലാഹു ലിഖാഅഹു. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു എന്നാണ്. ഇതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കണം. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചാൽ അള്ളാഹു അവനെയും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും. ഇനി ആഗ്രഹിക്കുക, ഇഷ്ടപ്പെട്ടാൽ എന്നാണ് അർത്ഥം വരും കേട്ടോ. മൻ അഹബ്ബ ലിഖാ അല്ലാഹി, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടാൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹും എന്തു ചെയ്യും, ഇഷ്ടപ്പെടും. ഇനി അടുത്തത് ആശയം എഴുതാം എന്നുള്ളതാണ് കേട്ടോ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ വരുന്നത്, അള്ളാഹുവേ, നിന്നോടുള്ള സ്നേഹത്തെയും നിന്നെ സ്നേഹിച്ചവരോടുള്ള സ്നേഹത്തെയും നിന്നോടുള്ള സ്നേഹത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളോടുള്ള സ്നേഹത്തിനെയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാവരും കൃത്യമായി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.